നമ്മൾ ഈ 27 നക്ഷത്രങ്ങളും ചന്ദ്രനെ പറ്റി ഒരു കഥയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഈ നക്ഷത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ചന്ദ്രനെ വെച്ച് ഏത് നക്ഷത്രമാണെന്ന് ജാതകൻ്റെ എന്ന് കണ്ടുപിടിക്കുന്നതും ഇപ്പോൾ ഈ പറഞ്ഞ അമ്പലവുമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പലരും. ദക്ഷ പ്രജാപതിക്ക് അനേക പുത്രന്മാരും ഉണ്ടായിരുന്നു. അതിൽ 27 പുത്രിമാരാണ് ഈ അശ്വതി ഭരണി കാർത്തിക എന്ന് പറയുന്ന 27 നക്ഷത്രങ്ങൾ. ആ 27 നക്ഷത്രങ്ങളെ ചന്ദ്രന്, സോമൻ എന്ന് പറയും, ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ ആ വിവാഹം കഴിച്ചു കൊടുത്തെങ്കിലും ഈ 27 പത്നിമാരെയും ചന്ദ്രൻ ഒരുപോലെ സ്നേഹിച്ചിരുന്നില്ല. അതിലെപ്പോഴും രോഹിണി എന്ന് പറയുന്ന നക്ഷത്രത്തോടായിരുന്നു ചന്ദ്രൻ ഏറ്റവും കൂടുതൽ അടുപ്പം, കൂടുതൽ സമയം ചിലവഴിക്കുന്നതില്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും എല്ലാ മറ്റുള്ള 26 നക്ഷത്ര ദേവതകൾക്കും അല്ലെങ്കിൽ നക്ഷത്ര പത്നിമാർക്കും ചന്ദ്രൻ്റെ ഈ ഒരു സ്വഭാവത്തെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അച്ഛനോട് ചെന്ന് പരാതി പറയുകയും ചന്ദ്രനെ ശപിക്കുകയും ചെയ്തു. ചന്ദ്രൻ ആദ്യം വളരെ എപ്പോഴും പൂർണ്ണചന്ദ്രനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. നമുക്കറിയാം ആകാശത്ത് നമുക്ക് ചന്ദ്രൻ്റെ വലിപ്പം കൂടിയും കുറഞ്ഞും വരുന്നു. പക്ഷേ ഈ വിവാഹ സമയത്തൊക്കെ ചന്ദ്രൻ എപ്പോഴും സൂര്യനെപ്പോലെ തന്നെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യം. സൂര്യൻ അറ്റ്ലീസ്റ്റ് രാത്രിയിലേലും മറഞ്ഞു പോകും. ഇതെപ്പോഴും ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ഗ്രഹമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് ദക്ഷപ്രജാപതിയുടെ ശാപത്തെ തുടർന്ന് ചന്ദ്രൻ എപ്പോഴും കർത്തവാവ് പോലെ തന്നെ ആയിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ വളരെ ദുഃഖിതനായി തനിക്ക് ചെയ്ത തെറ്റിനെ പറ്റി ഒരു പ്രായശ്ചിത്വത്തോടുകൂടി തന്നെ ദക്ഷപ്രജാപതിയെ പോയി കാണുകയും അതിന് പരിഹാരം, കൊടുത്ത ശാപം ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ പോയി മഹാദേവനെ പ്രീതിപ്പെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ മഹാദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ആണ് ഈ വരം വാങ്ങി. പക്ഷേ ഈ ശാപം തിരിച്ച് കളയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നിൻ്റെ ഷേപ്പ് ഇങ്ങനെ, അല്ലെങ്കിൽ നിൻ്റെ ആകൃതി ഇങ്ങനെ കറുത്തു പോയല്ലോ, അത് പയ്യെ വെളുത്ത് വരും, പിന്നെയും കറക്കും, പിന്നെയും വെളുക്കും. അങ്ങനെ 14 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരും. അപ്പം അങ്ങനെ ഓരോ നക്ഷത്രങ്ങളുടെ കൂടെയും നീ ഓരോ ദിവസവും ചിലവഴിക്കുക, അതാണ് എൻ്റെ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ സോമൻ മഹാദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയ സ്ഥലമാണ് ഏത്? ഗുജറാത്തിലുള്ള സോമനാഥ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഗുജറാത്തിലാണ് സോമനാഥ് ടെമ്പിൾ ഇവിടെ ആയിട്ട് വരും. സോമനാഥ് ടെമ്പിളാണിത്. ആദ്യത്തെ ജ്യോതിർലിംഗമാണ് സോമനാഥ് ടെമ്പിളിലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സോമനാഥ് ടെമ്പിൾ. അപ്പോൾ നമ്മുടെ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ചന്ദ്രൻ്റെയും 27 പത്നിമാരെന്നാണ് പറയപ്പെടുന്നത് ഓരോ നക്ഷത്രത്തെയും. അപ്പോൾ ആ അമ്പലമാണ് അത് ഗുജറാത്തിൽ. കേരളത്തിലെ അല്ലെങ്കിൽ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാമത്തെ ജ്യോതിർലിംഗമാണ് സോമനാഥിൽ ഉള്ള ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു ഐതിഹ്യം, പുരാണവും ഒക്കെ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ യൂട്യൂബിലെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്യാൻ, അതിൻ്റെ സോമനാഥ് യാത്രയെ പറ്റിയുള്ള യാത്രാ വിവരണങ്ങളൊക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും പോകാനുള്ള ഐശ്വര്യാനുഗ്രഹമൊക്കെ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് സമയം കഴിയുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രഹനില എടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നാളും പാദവും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.
അസതോമ സദ്ഗമയ. ചന്ദ്രന്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു സമയത്ത്? എന്തോ? ചന്ദ്രന്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ, ചന്ദ്രൻ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ജാതകൻ്റെ ചുറ്റും എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങുന്നതനുസരിച്ച് അതിൻ്റെ ഓരോ ദിവസവും അതിൻ്റെ കലകൾ മാറിക്കൊണ്ടിരിക്കും. അതിൽ കൃഷ്ണപക്ഷമുണ്ട്, അതായത് ചന്ദ്രൻ ചെറുതായി വരുന്ന 14 ദിവസം, 14 പ്ലസ് സംതിങ് ഉണ്ട്, 14.5 എന്ന് കൂട്ടിക്കോളൂ. പിന്നീടത് കുറഞ്ഞു വരുന്നു. അതിൽ കൃഷ്ണപക്ഷം എന്ന് പറയും, അല്ലെങ്കിൽ കറുത്ത് വരുന്ന പക്ഷത്തിന് കൃഷ്ണപക്ഷം എന്ന് പറയും. അതിനുശേഷം അമാവാസി കഴിഞ്ഞ് പിന്നെ വെളുത്ത പക്ഷത്തിലേക്ക് ചന്ദ്രൻ പ്രവേശിക്കും. അപ്പോൾ ആ ചന്ദ്രൻ്റെ ഒരു യാത്രയാണത്. ആ യാത്ര 27 പത്നിമാരുടെ അടുത്തും ചന്ദ്രൻ തുല്യമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നു എന്നാണ് അതിൻ്റെ ആ കഥയിലൂടെ, അല്ലെങ്കിൽ ശാപമോക്ഷം കിട്ടിയതിൻ്റെ ഒരു ഐതിഹ്യം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ്റെ കലകളെപ്പറ്റി നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ചന്ദ്രൻ്റെ കലകളുണ്ട്. ആ ചന്ദ്രൻ കലകൾ മാറുന്നതനുസരിച്ച് ജാതകന് ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ ബലം കൂടുകയും കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ചന്ദ്രൻ ഒരു ശുഭഗ്രഹമാണ്. എങ്കിലും കറുത്ത പക്ഷത്തിലെ ഏതാനും ദിവസങ്ങളിൽ ജനിക്കുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ അഷ്ടമി വരെ, കറുത്ത വാവ് മുതൽ കറുത്ത പക്ഷത്തിൽ അഷ്ടമി വരെ ജനിക്കുന്ന ജാതകന് ചന്ദ്രൻ ഒരു പാപഗ്രഹമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അധികം ഗുണം ചെയ്യാത്ത ഒരു ഗ്രഹമായിട്ടായിരിക്കും ആ ജാതകന് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അതിൻ്റെ ഫലപ്രവചനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. പൊതുവെ ചന്ദ്രൻ ഒരു ശുഭഗ്രഹമാണ്, പക്ഷേ അത് പാപഗ്രഹത്തിൻ്റെയും ഫലം ചെയ്യും ഈ പറഞ്ഞ കറുത്ത പക്ഷത്തിലെ ഏതാനും കുറച്ച് ദിവസങ്ങളിൽ.